അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സാധാരണ ചാള വറ്റിച്ചതിൻ്റെ പകുതി സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇതുണ്ടാക്കുന്ന രീതി തികച്ചും ഡിഫറെൻ്റ് ആണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. ഇതിനായിട്ട് ഞാനൊരു 600 ഗ്രാം മത്തി എടുത്തിട്ടുണ്ട്. 600 ഗ്രാം എന്ന് പറയുമ്പം ഇതുപോലൊരു 10-12 ചെറിയ മത്തി ഉണ്ടാവും. 500 അല്ലെങ്കിൽ 600 ഗ്രാം മത്തി എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളകാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ഇതിലേക്കിനി ചേർക്കേണ്ടതാണ് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി. ഇത് വലിയ സൈസാണ്, ചെറുതാണെങ്കിൽ ഒരു 7 ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി ഒരു പച്ചമുളക്, 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്ക് അരഞ്ഞു കിട്ടില്ല. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരപ്പിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പൊരൽപ്പം മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് നമ്മൾ മീൻ ചേർത്ത് മിക്സ് ചെയ്യുമ്പം ഉപ്പ് പാകത്തിനുണ്ടാവുക. ഉപ്പൽപ്പം കുറവാണ്, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് മത്തിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മത്തിയിൽ 3-4 മാത്രം വരകളിട്ട് കൊടുക്കാവുന്നതാണ്. കൈ വെച്ച് മസാല മിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതുപോലെ മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ച് ഏകദേശം ഒരു അരമണിക്കൂർ സമയം ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ വെക്കുക. സമയം ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ വെക്കാൻ പറ്റിയാൽ നല്ലതാണ്. ഇതിപ്പം ഏകദേശം 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഒരു നുള്ളളവിൽ മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുക. തീ അല്പം കുറച്ച് വെക്കുക. ഒരു 10-15 സെക്കൻഡ് സമയം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 10 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ ഇളക്കി വേവിക്കുക. ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് മത്തി വറ്റിച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം അതിന് പകരം ഒരു മീഡിയം സൈസ് സവോളയുടെ 4 എടുക്കുക. ഉള്ളിയൊക്കെ ചെറുതായിട്ട് ഇതുപോലെ കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് 2 അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് സമയം മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് മത്തി ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കുക. ഈ റെസിപ്പിക്ക് കറിവേപ്പില അല്പം കൂടുതൽ വേണം. മത്തി ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ വെക്കുക. ബാക്കിയുള്ള മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് പുളിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം 1/4 കപ്പിലും കൂടുതൽ എടുക്കരുത്. അതുപോലെ തന്നെ പുളി കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കുക്കർ അടച്ച് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വിസിൽ പെട്ടെന്ന് വരും. മീനൊന്നും ശരിക്ക് കുക്കാവില്ല. അതുപോലെ തന്നെ വെള്ളമൊന്നും ശരിക്ക് ഡ്രൈ ആയി കിട്ടില്ല. ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുക്കറിലെ പ്രഷറൊക്കെ താനെ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. മത്തിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അഥവാ വെള്ളം അത്ര വറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് സമയം വേവിച്ചിട്ട് ഈ ഒരു രീതിയിലാക്കിയെടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മല്ലിയില ചോപ്പ് ചെയ്ത് ചേർക്കാം. മല്ലിയില ഓപ്ഷനിലാണ്, ചേർക്കണം നിർബന്ധമില്ല. ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് രുചി ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.